ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗോസ് ലോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോസ് ഇൻ ഫിസിക്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യുന്ന സമയത്തും ഫിസിക്സിൽ ഗോസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഗോസ് ലോ വെച്ചിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാതെ നമുക്ക് ഒരു എൻട്രൻസ് എക്സാമോ അല്ലെങ്കിൽ ഒരു ബോർഡ് എക്സാമോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലോ ആണ് ഗോസ് ലോ. നമുക്കറിയാം നമ്മൾ കുളോംസ് ലോ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഹെവി മാത്ത് ആണ്. പക്ഷെ ഗോസ് ലോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ലൈക്ക് എ സ്ഫിയർ ആയിക്കോട്ടെ, ഒരു സിലിണ്ടർ ആയിക്കോട്ടെ, ഫ്ലാറ്റ് ഷീറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഈസിലി ഗോസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ജസ്റ്റ് 2 or 3 സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒന്നും ഗോസ് ലോയിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് നേരിട്ടിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോസ് ലോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ട് നമ്മളത് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു മീനിങ് നമുക്ക് കിട്ടുന്നത്. നോക്കി നോക്കാം. എനി ക്ലോസ്ഡ് സർഫസ് എന്താണ്? എപ്പോഴും നമ്മൾ ഗോസ് ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കുക അത് ഈക്വൽ ടു സിമെട്രിയാണ്. സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഗോസ് ലോ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് വേണം. അതായത് കൃത്യമായിട്ട് ബൗണ്ടറികളാൽ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർഫസിൽ മാത്രമാണ് നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത് വാലിഡ് ഫോർ എനി ക്ലോസ്ഡ് സർഫസ് റിഗാർഡ്ലെസ് ഓഫ് ഷേപ്പ് ഓർ സൈസ് സിമെട്രി ഈസ് എ ടൂൾ ഫോർ ഈസ് നോട്ട് എ റിക്വയർമെന്റ് ഫോർ ദ ലോസ് ട്രൂ. ഇന്ന സർഫസ് വേണമെന്നൊന്നുമില്ല, ഏതൊരു സർഫസ് ആവാം, പക്ഷേ അത് ക്ലോസ്ഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറി വേണം. സെക്കൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതിന്റെ ഓൾജിബ്രൈക് സം ആണ്. The term Q represents algebraic sum of all charges includes strictly inside the boundary of the surface. നമ്മൾ പറഞ്ഞു ഒരു വെൽ ഡിഫൈൻഡ് ബൗണ്ടറിയോട് കൂടിയിട്ടുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് വേണ്ടതെന്ന്. ആ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജിനെയാണ് നമ്മൾ Q വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കും. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന സർഫസിൽ എത്രത്തോളം ചാർജ് ഉണ്ട്, ചാർജ് പ്രസന്റ് ആണോ ഉണ്ടെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് ആണ് Q. Then third one is the field sources. The field capital E results from all charges inside and outside, but the net flux through the surface depend only on internal charges. Q എന്ന് പറഞ്ഞ ടോട്ടൽ എമൗണ്ട് ചാർജ്. ആ ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ അതൊരു ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും, ഔട്ട്സൈഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരിക്കും. അതിൽ മൊത്തത്തിലും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ക്യാപിറ്റൽ ഇ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഗോസ് ലോ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സർഫസ് ചോയ്സ്. Avoid passing the surface through point charges or capital E is undefined. Use it smoothly for continuous charge distribution. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു സർഫസ് എടുക്കുന്ന സമയത്ത് സർഫസിൽ ഇപ്പോൾ സപ്പോസ് ഒരു പോയിന്റ് ചാർജ് Q മാത്രമേ ഉള്ളൂ വിചാരിക്കുക. ആ പോയിന്റ് ചാർജിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു സർഫസ് എടുക്കരുത്. പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജുകൾ വേണം. അത് മൊത്തം എൻക്ലോസ് ആവുന്ന രീതിയിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വേണം ഗോസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next, symmetry tool. Indispensable for calculating capital E field for highly symmetric systems. Spherical, cylindrical, planar with ease. ഞാൻ നേരത്തെ പറഞ്ഞു സിമെട്രി ഉണ്ടായിരിക്കണം. വെൽ ഡിഫൈൻഡ് ബൗണ്ടറിയിലുള്ള ക്ലോസ്ഡ് സർഫസ്. അത് സ്ഫെറിക്കൽ ആവാം, സിലിണ്ടറിക്കൽ ആവാം, പ്ലാനാർ ആവാം, ഇതൊന്നും ഇഷ്യൂ അല്ല. Then last one, 1/r² dependency. Fundamental link to Coulomb's law. Any experimental violation of Gauss law implies a deviation from 1/r² force laws. അതായത് ഫണ്ടമെന്റലി ഇത് കൂളോംസ് ലോ ആയിട്ട് ലിങ്ക്ഡ് ആണെന്നാണ് പറയുന്നത്. കൂളോംസ് ലോയിൽ നമുക്കറിയാം 1/4πε0 Q1 Q2/r² ആണ്. അതായത് 1/r² ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനി എക്സ്പെരിമെന്റൽ വയലേഷൻ ഓഫ് ഗോസ് ലോന്ന് ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വയലേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ 1/r² ആ ഒരു പ്രപ്പോർഷണാലിറ്റിയിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക എന്താണ്
ഗോസ്‌ലോ എങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെ അപ്ലൈ ചെയ്യും, അതിന് ഫണ്ടമെന്റലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയറാണ്. അതായത് നമ്മൾ +2 ഫിസിക്സ് എംസിആർ നോക്കുന്ന സമയത്ത് ഗോസ്‌ലോ എന്താന്ന് പറയുന്നതിന് ശേഷം അതിൽ മെയിൻ ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഫിഗർ ആണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ്ഡ് വയർ. ആ ചാർജ്ഡ് വയറിൽ ആ ചാർജ് കാണിച്ചിരിക്കണ്ട, പോസിറ്റീവ് പോസിറ്റീവ് എന്നുള്ള ചാർജ് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അത് ആ ഒരു കണ്ടിന്യൂസ് ചാർജ് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം, ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. ആ സർഫസ് ആണ് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ രീതിയിലൂടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യം നമുക്കൊരു വയറാണെങ്കിൽ വയർ തന്നു, നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇമ്മീഡിയറ്റ്ലി കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം എവിടെയൊക്കെ, അതായത് നമ്മുടെ സർഫസിൽ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, എങ്ങോട്ടാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് മൊത്തം തെറ്റിപ്പോകും. കറണ്ടിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സിലിണ്ടറിക്കൽ സിമെട്രിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൺസിഡർ എ വയർ വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലീനിയർ ചാർജ് ഡെൻസിറ്റി വരാൻ കാരണം എന്താണ്, ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ് വയർ ആയതുകൊണ്ടാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. സിമെട്രി ഡിറ്റക്ട്സ് ദാറ്റ് ഈസ് റേഡിയൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആർ. ഇത് ഹൈലി സിമെട്രിക്കൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഗോഷസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കുക സർഫസ്. സർഫസ് എന്താണ്, സിലിണ്ടർ ആണ്, റേഡിയസ് സ്മോൾ ആർ ആണ്, ലെങ്ത് എന്ന് പറയുന്നത് L ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഇനി നമ്മൾ സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു N പോയിന്റ്സും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു N പോയിന്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും വരുന്നുണ്ട്. അങ്ങനെ രണ്ട് N പോയിന്റ് ഈ ഒരു ഭാഗം കൂടി ചേർന്നതാണ് നമ്മുടെ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, N പോയിന്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്. എന്താണ് നോർമലി ഫ്ലക്സ് എന്ന് പറയുന്നത്, E.A cos θ അല്ലെ. അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. E.A ആണ് വരിക. E.A എന്ന് പറയുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് വരും, E × A × cos θ അങ്ങനെയാണ് വരിക. cos θ, ഈ cos θ കൊസൈൻ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്, cos 0 = 1 ആണെന്ന് നമുക്കറിയാം. cos 90 ആണ് 0 ആവുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരുന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എന്തായിരിക്കും, ഈ ഫ്ലക്സ് എന്ന് പറയുന്ന ആള് 0 ആയിരിക്കും. ആ ഫ്ലക്സിന് അവിടെ ഒരു റോളും ഇല്ല. നമ്മൾ ഈ ഒരു N പോയിന്റ്സ് എൻഡ്, ഈ രണ്ട് എൻഡുകൾ നോക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അതായത് ഇവരുടെ ഇടയിൽ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് വരും, E × A × cos 90 വരും അല്ലെ. cos 90 വരുമ്പോൾ cos 90യുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണ് നമുക്ക് N പോയിന്റുകളിലെ വാല്യൂ എന്തായി മാറുന്നത്, Φn = 0 വരാൻ കാരണം എഴുതി വയ്ക്കുക, സിൻസ് E പെർപെൻഡിക്കുലർ ടു D. D എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ വെക്ടർ ആണ്. ഇനി നമ്മുടെ ഈ ഒരു കർവ്ഡ് സർഫസിൽ മാത്രം, ഈ ഒരു കർവ്ഡ് സർഫസിൽ മാത്രമാണ് നമുക്ക് ഫ്ലക്സ് നോൺ സീറോ ആവുന്നുള്ളൂ. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ, ഏരിയ വെക്ടർ വരുന്നത് ഈ ഡയറക്ഷൻ, അതായത് ഇരുവരും ഒരേ ഡയറക്ഷനിലാണ്. ഇവർക്ക് തമ്മിൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടോ, ഇല്ല. അതായത് ആംഗിൾ θ = 0 വരും. എന്ത് വരും, E × A × cos 0. cos 0 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പൊ ഈ ഒരു കർവ്ഡ് സർഫസിൽ മാത്രമാണ് നമ്മുടെ ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ് പറയുന്നത്, E ഈസ് പാരലൽ ടു ഏരിയ വെക്ടർ. ഓക്കെ, ഇനി നമ്മൾ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്കറിയാം E × A, കാരണം θ എന്ന് പറയുന്നത് ഓൾറെഡി 0 ആയി, cos 0 1 ആയി. E × A എന്താണ്, കർവ്ഡ് സർഫസ് ഓഫ് എ സിലിണ്ടറിന്റെ ഏരിയ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ, സിമ്പിൾ ആയിട്ട് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള 2πRL, where R is the radius of the cylinder, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. E × 2πRL നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തറിയണം, ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻക്ലോസ്ഡ് ചാർജ് അറിയണം. ചാർജ് Q ആണ്. നമ്മൾ പറഞ്ഞു ലാംഡ എന്ന് പറയുന്നത് അതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി.
ചാർജ് എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ ലീനിയർ ലോങ് വയർ ആയതുകൊണ്ട് അതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡയാണ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? എൽ ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ സിംപ്ലി നമുക്ക് അതിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണെന്ന് മനസ്സിലാവും. ചാർജ് ഡെൻസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അത് ക്യൂ ആണ് നമുക്ക് കിട്ടി. ഇനി എന്താ? ഗോസ് ലോ അപ്ലൈ ചെയ്യാം. ഗോസ് ലോ ഇക്വേഷൻസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രയും തറോലി നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 വേർ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ് വരിക. ഇനി ഫൈ, അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHSഉം RHSഉം കൂടി ഇക്വേറ്റ് ചെയ്യാത്രേ ഉള്ളൂ. LHSൽ നമുക്കറിയാം എന്താണ്? ഫൈ ആണ്. ഫൈയുടെ എന്താണ്? ഇ ഇൻറ്റു 2πr അല്ലേ? അത് ഇ ഇൻറ്റു 2πr നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. RHSൽ എന്താണത്? ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ക്യൂവിന്റെ സ്ഥാനത്ത് ലാംഡ ഇൻറ്റു എൽ ആണെന്നറിയാം. ലാംഡ ഇൻറ്റു എൽ അപ്ലൈ ചെയ്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എപ്സിലോൺ 0 അങ്ങനെ തന്നെ എഴുതി. ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ട ഒരു ക്യാൻസലേഷൻ എന്താണ്? ഇവിടെ എല്ല് വരുന്നുണ്ട്, നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എല്ല് വരുന്നുണ്ട്, അതും കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെ ഇട്ടുകൊണ്ടു. ഇപ്പം എന്ത് വരും? ലാംഡ ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു എപ്സിലോൺ 0. ഇതാ ഒരു വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 ഇൻറ്റു ആർ. ഇപ്പോൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ്ഡ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നമ്മൾ സിംപിളി വിത്തിൻ എന്താ പറയുക 4 സ്റ്റെപ്പിലൂടെ ഈസിലി നമ്മൾ ഗോസ് ലോ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. നമ്മൾ ആകെ ഒരൊറ്റ കാര്യം ചെയ്തുള്ളൂ. നമ്മൾ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം അതിനുള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഏരിയയുടെ സ്ഥാനത്ത് 2πr കൊടുത്തു. ജസ്റ്റ് ഒരു ക്യാൻസലേഷൻ ആൻഡ് ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഗോസ് ലോയുടെ ഇമ്പോർട്ടൻസ്. ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് സ്റ്റെപ്സോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇൻഫൈനൈറ്റ്ലി യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് ആണ്. നമ്മൾ നേരത്തെ വയർ എടുത്തു, ഇപ്പൊ നമ്മളൊരു ഷീറ്റ് ആണ് എടുക്കുന്നത് എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമാണുള്ളൂ. നമുക്കറിയാം ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള വയർ എടുത്തപ്പോൾ അതിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിട്ടുള്ള ലാംഡയാണ് വന്നതെങ്കിൽ ഇവിടെ പ്ലനാർ ആയിട്ടുള്ള ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ് ആയതുകൊണ്ട് അതിന്റെ സർഫസിലാണല്ലേ ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടായിരിക്കും സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഇത്രയുള്ള വ്യത്യാസം, വേറെ ഒരു വ്യത്യാസം ഇതിൽ വരുന്നില്ല. നോക്കാം. പ്ലനാർ സിമട്രി, നമുക്ക് ഗോഷ്യൻ സർഫസ് എന്താണ്? ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബൗണ്ടറിയിലുള്ള ഒരു ഗോഷ്യൻ സർഫസ് ഉണ്ടാകും. പ്ലനാർ സിമട്രി നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഫോർ എ ഷീറ്റ് വിത്ത് എ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ഫീൽഡ് ക്യാപിറ്റൽ ഇ ഈസ് നോർമൽ ടു ദ ഷീറ്റ്. ഈ ഷീറ്റിനോട് നോർമൽ ആയിട്ടാണ് എന്തുള്ളത്? ക്യാപിറ്റൽ ഇ ഉള്ളത്. ഇതാണ് നമ്മുടെ ഷീറ്റ്. ഈ ഷീറ്റിന് നോർമൽ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇയുടെ ഡയറക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പുറത്തേക്ക്. ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് എന്താണ്? എ പിൽ ബോക്സ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ. പിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വരയ്ക്കുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് അവർ പിൽ ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പിൽ ബോക്സിന്റെ ഏരിയയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഏരിയ ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, ഇനി അതിന്റെ ലെങ്ത് ആണ് നോക്കാൻ പോകുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും എക്സ് ഇങ്ങോട്ടും എക്സ്, അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2x ആണ്. കൺഫ്യൂഷനുള്ള കാര്യമല്ല. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എ ആണ്. ദെൻ 5 സൈഡ്സ്, നമുക്കറിയാം ഇതൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഈ ഒരു സൈഡ് ഉണ്ടല്ലേ, അതായത് ഈ കാണിക്കുന്ന ഫ്രണ്ട് സൈഡ് ഉണ്ട്. ഇതേപോലെ തന്നെ രീതിയായിട്ട് ചിന്തിക്കുക. ബാക്കിൽ ഉണ്ടാവില്ല ഇതേപോലത്തെ ഒരു സൈഡ്? ബാക്കിലുണ്ട്. പിന്നെ എന്താ ഉള്ളത്? 3D ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ട ഫിഗറിൽ നമുക്ക് ഇത്രയും കാണിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സൈഡ് ഉണ്ട്, അതേപോലെ അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇങ്ങനെ എല്ലായിടത്തും സൈഡുകളുണ്ട്. അതായത് എന്താ പറയാ, ഫ്രണ്ടിലുള്ള ഈ ഒരു ഫേസ്, ഇതേപോലെ ബാക്കിൽ ഒരു ഫേസ്, പിന്നെ നമുക്കിതാ സൈഡിലുള്ള ഫേസുകൾ. സൈഡിലത്തെ ഫേസുകളിൽ എന്താ പറയുന്നത്? ഫൈ ഫ്ലക്സ് 0 ആണെന്നാണ് കാരണം ഇലക്ട്രിക് ഫീൽഡും ഈ സർഫസ് ഏരിയ വെക്ടറും പാരലൽ ആണ്. ഇവ രണ്ടുപേരും എന്താണ്? പാരലൽ ആണ്. ഓൺലി the two parallel end faces contribute to the total flux through the pill box. അതായത് നമുക്ക് ആ ഒരു പാരലൽ എൻഡ് ഫേസസ് മാത്രമാണ് ടോട്ടൽ ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെന്നറിയാം. ഏരിയ വെക്ടർ നമുക്ക് ഓൾറെഡി നോർമൽ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ cos 0
1 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് ഉണ്ട്. ഫ്ലക്സ് ത്രൂ ദ ടു എൻ ക്യാപ്സ് ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇ എ പ്ലസ് ഇ എ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെച്ച് ഈ അത് ഒരു സൈഡ്. അതേപോലെ തന്നെ സൈഡ് എന്തുണ്ട്, ബാക്കിലും ഇല്ലേ, ബാക്കിലുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ? ഒരു ബോക്സ് ആണ്, ആ ബോക്സിൽ ഫ്രണ്ടിൽ ഒരു സൈഡ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ബാക്കിലും സൈഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ 3D മൊത്തം നമുക്ക് ഈ ഒരു 2 ഡയമെൻഷനിൽ നമുക്ക് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ തന്നെയാണ്. അപ്പൊ രണ്ട് ഫേസും ആംഗിൾ എന്താ വരുന്നത്, 0 ആണ് വരുന്നത്. കോസ് 0 എന്താ വരിക, 1 ആണ് വരിക. അപ്പോൾ ഒരു സൈഡിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ആണ്, അതേപോലെ ബാക്കിലത്തെ സൈഡിലുണ്ട്. മനസ്സിലായോ? അതാണ് ഒരു ഇ കൂടി വരുന്നത്. ടോട്ടൽ ഫ്ലക്സ് ആയിരിക്കും ഇ എ പ്ലസ് ഇ എ 2 ഇ. ദെൻ ചാർജ് എൻക്ലോസ്ഡ് നമുക്കറിയണം, ക്യൂ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പ്ലാനാർ സിമെട്രി ആണ്, പിൽ ബോക്സ് ആണ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ സർഫസിലാണ് ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് നമുക്കിവിടെ വേണ്ടത്. ക്യൂ ഇസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് എടുത്തതെങ്കിൽ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എടുത്തു ഇൻറ്റു അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എ ആണ്. നേരത്തെ നമ്മൾ അതിന്റെ ലെങ്ത്, സിലിണ്ടർ ലെങ്ത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഏരിയ ആണ് വേണ്ടത്. ഫോഴ്സിൽ അപ്ലൈ ചെയ്യാം. ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ LHS അപ്ലൈ ചെയ്യുന്നു, 2EA അപ്ലൈ ചെയ്തു. ക്യൂ ബൈ എപ്സിലോൺ 0, ക്യൂയുടെ സ്ഥാനത്ത് സിഗ്മ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു, എപ്സിലോൺ 0 അപ്ലൈ ചെയ്തു. റിസൾട്ട് കോമൺ ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയാം. നമ്മൾ എ കട്ട് ചെയ്യുന്നു, ഇവിടത്തെ കട്ട് ചെയ്യുന്നു. പിന്നെ എന്താ ഉള്ളത്, 2E is equal to സിഗ്മ ബൈ എപ്സിലോൺ 0. അതിൽ നിന്ന് ഈ മാത്രം നമുക്ക് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ ഈ 2നെ താഴത്തേക്ക് കൊണ്ടുപോയി ഡിനോമിനേറ്റർ എന്തായി 2 എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എൻ ഇൻഫൈനൈറ്റ്ലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. എന്താ, സിഗ്മ ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് എക്സ്. നമ്മൾ നേരത്തെ ആ ഷീറ്റിന്റെ ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, 2x ആണ്. പക്ഷെ എക്സ് എന്ന് പറയുന്ന ടേം ഈ ഇക്വേഷനിലുണ്ടോ, ഇല്ല. അത് അതിന്റെ ചാർജ് ഡെൻസിറ്റിനെയും പിന്നെ എപ്സിലോൺ 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഡിസ്റ്റൻസിനെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് നമുക്കൊരു റിസൾട്ട് ഇതിന്റെ അവസാനം കിട്ടുകയാണ്. പ്ലെയിൻ ഷീറ്റിന്റെ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെ, 2 സ്റ്റെപ്പിൽ നമുക്ക് കാര്യം ഉത്തരം കിട്ടി. തേർഡ് വൺ, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഇതിൽ മാത്രമാണ് നമ്മളൊരു 2 കണ്ടീഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഈസി തന്നെയാണ്, നമുക്ക് നോക്കി നോക്കാം. സ്ഫെറിക്കൽ അനാലിസിസ്, സ്ഫെറിക്കൽ ഷെല്ല്, ഇതാണ് നമ്മുടെ ഷെല്ല്. ഇതാണ് നമ്മുടെ ഷെല്ല്, സ്ഫെറിക്കലി ചാർജഡ് ആണ് ഈ ഷെൽ. ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഗോഷ്യൻ സർഫസ് വരയ്ക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. സർഫസ് എന്തായിരിക്കണം, വെൽ ഡിഫൈൻഡ് ബൗണ്ടറിയിലുള്ള സിമെട്രിക്കൽ സർഫസ് ആയിരിക്കണ്ടേ. അപ്പൊ നമ്മൾ ആ ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ വേറൊരു സ്ഫിയർ വരച്ചു. കണ്ട, ഇതാണ് നമ്മുടെ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്ഫിയർ. അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഗോഷ്യൻ സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യാം. ഈ ഒരു സ്ഫിയർ, ഇതിനെ നമ്മൾ പേര് കൊടുത്ത് ഇതാണ് നമ്മുടെ ഗോഷ്യൻ സ്ഫിയർ. വരയ്ക്കേണ്ട കാര്യം തെറ്റിക്കാതിരുന്നാൽ മതി. പിന്നെ നമുക്ക് മാത്സ് ഒക്കെ നമുക്ക് സിംപ്ലി അപ്ലൈ ചെയ്യാം. ഫോർ പോയിന്റ്സ് ഇൻസൈഡ് ദ സ്ഫിയർ എ സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ് സ്മോളർ ദാൻ ദ സ്ഫിയർ ഈസ് ഡ്രോൺ. അതായത് ഈ ഒറിജിനൽ സ്ഫിയറിനേക്കാളും ചെറിയ, അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ഗോഷ്യൻ സ്ഫിയർ ആണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഗോഷ്യൻ സ്ഫിയറിന്റെ റേഡിയസ് ആണ് സ്മോൾ r. മനസ്സിലാക്കുക, ഈ ഒരു വലിയ സ്ഫിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. അത്രേ ഉള്ളൂ. ഇൻ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R വിത്ത് ടോട്ടൽ ചാർജ് Q. അതായത് നമുക്ക് തന്നിരിക്കുന്ന യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് സ്മോൾ q ആണ്. ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് സോൾലി ഓൺ റേഡിയൽ ഡിസ്റ്റൻസ് r ഫ്രം സെന്റർ. നമുക്ക് മനസ്സിലാവും, ലാസ്റ്റ് കണ്ടുപിടിക്കാൻ ഇലക്ട്രിക് ഫീൽഡ് എന്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, റേഡിയൽ ഡിസ്റ്റൻസ് സ്മോൾ r ഫ്രം ദ സെന്ററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്മോൾ r ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. അതായത് ഈ സ്മോൾ r എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിനേക്കാട്ടിലും വലുതാണ് എന്ന് പറയുന്ന ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ഗോഷ്യൻ സ്ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു എൻറ്റയർ സ്ഫിയറിന്റെ റേഡിയസിനെക്കാട്ടിലും വലിയ റേഡിയസിൽ ഒരു ഗോഷ്യൻ സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ കേസാണ്, സ്മോൾ r എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യാപിറ്റൽ R. നമുക്ക് നോക്കി നോക്കാം.
We analyze the field both outside and inside using concentric spherical Gaussian surfaces. എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഏരിയ ഓഫ് എ സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഏരിയ തന്നെയായിരിക്കും 4πr² ആണ്. ആർ എന്ന് പറയുന്നത് നമ്മുടെ സ്പെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് ആണ്. ഏത് ഷെല്ലിന്റെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഗോഷ്യൻ സ്ഫിയറിന്റെ റേഡിയസ് വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. ക്യാപിറ്റൽ ആർ അല്ല വേണ്ടത്. നമുക്ക് നോക്കി നോക്കാം. നെറ്റ് ഫ്ലക്സ് ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഷെല്ലാണ്. ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഷെല്ലാണ്. ആ ഷെല്ലിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുക, എന്നാലല്ലേ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആവുള്ളൂ. ഈ സ്മോൾ ആർ ആണ് നമ്മുടെ ഗോഷ്യൻ സ്ഫിയറിന്റെ റേഡിയസ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സ്ഫിയറിന്റെ റേഡിയസ്. ആ സ്ഫിയർ നമ്മൾ നമ്മുടെ ഒറിജിനൽ ഷെല്ലിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ ഗോഷ്യൻ സർഫസ്. നമുക്ക് അങ്ങനെ രണ്ട് കേസ് വേണം, അത്രേ ഉള്ളൂ. ഔട്ട്സൈഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെറ്റ് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇ ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഏരിയ ആണ്. ഇ ഇൻറ്റു ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഇ ഇൻറ്റു 4πr² ആണ്. കാരണം ഷെല്ലിന്റെ റേഡിയസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആയി നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി എൻക്ലോസ്ഡ് ചാർജ് എന്താണ് ഇവിടെ ക്യൂ വരാൻ കാരണം? കാരണം നമ്മുടെ ഷെല്ലിരിക്കുന്നത് എവിടെയാ? ഇവിടെ നമ്മുടെ ഷെല്ലിരുന്നു എന്ന് വിചാരിക്കുക. അതിന് പുറത്താണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് വരയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒറിജിനൽ ഷെല്ലിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ഉള്ളിലല്ല, അതിന്റെ പുറത്താണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്ത് നമ്മൾ വേറൊരു ഷെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഈ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷെല്ലിൽ എത്ര ചാർജ് ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷെല്ലിരിക്കുന്നത് വിചാരിക്കാം. ഇതിന് പുറത്താണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതിലാണ് നമ്മുടെ ക്യൂ ചാർജ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഗോഷ്യൻ സർഫസിൽ മൊത്തം എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓട്ടോമാറ്റിക്കലി ഒറിജിനൽ ഉണ്ടായിരുന്ന എത്രയാണോ ഈ ക്യൂ അല്ലേ, അത് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം വരിക. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമുക്ക് വരച്ചതിനെ വൃത്തി നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക. അപ്പൊ എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്, അതിലൊരു സംശയമില്ല. ഗോസ് ലോ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ എന്ന് പറയുന്നത് ഇ ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല കാര്യങ്ങളും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ക്യൂ ഡിവൈഡഡ് ബൈ 4πε0r² എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. പോയിന്റ് ചാർജ് ബിഹേവിയർ. ഇവ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതാണ് നമ്മുടെ റിസൾട്ട്. ക്യൂ എന്ന് പറയുന്ന ചാർജ് 4πε0 കോൺസ്റ്റന്റ്, അതിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. r², അതായത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗോഷ്യൻ സ്ഫിയറിന്റെ റേഡിയസ് ആണ് എന്ത്? സ്മോൾ ആർ. ആ സ്മോൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. സെക്കൻഡ് കേസ്, ഇൻസൈഡ് ഷെൽ ആർ, അതായത് സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. അതായത് ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ചു വെച്ച കേസാണ്. നമുക്കൊരു ഷെല്ലുണ്ട്, തന്നിരിക്കുന്ന യൂണിഫോംലി ചാർജ്ഡ് ഷെല്ല്. ഇതിൽ നമുക്ക് ക്യൂ ചാർജ് ഉണ്ട്. സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ, ഇതിന്റെ റേഡിയസ് ആണ് എന്ത്? ഇത് ക്യാപിറ്റൽ ആർ. ഇനി നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇതിന്റെ ഉള്ളിൽ വരയ്ക്കും കേട്ടാ. ഇതിന്റെ സെന്റർ ഒക്കെ മാറിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഒരു ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ് എന്ത്? സ്മോൾ ആർ. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ക്യാപിറ്റൽ ആറിനേക്കാൾ ചെറുതാണ് സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നിരിക്കുന്ന ഷെല്ലിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ ഗോഷ്യൻ സർഫസ് വരയ്ക്കേണ്ടത്. അത്രേ ഉള്ളൂ. നെറ്റ് ഫ്ലക്സ് എക്സ്പ്രഷൻ നോക്കാൻ പോവാണ്. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². അറിയാലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇന്റേണൽ എൻക്ലോസ്ഡ് ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു 0 വരേണ്ട കാരണം ഞാനിവിടെ രണ്ട് കേസ് വരയ്ക്കാൻ. നേരത്തെ കേസ്, നേരത്തെ നമ്മുടെ ഷെല്ല് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇതിലായിരുന്നു ക്യൂ ചാർജ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു ഗോഷ്യൻ സർഫസ് നമ്മൾ ഇതിന്റെ പുറത്താണ് വരച്ചത് അല്ലെ, ഇതിന്റെ പുറത്താണ് വരച്ചത്. ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നതിന്റെ ഉള്ളിലാണ് വരച്ചത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? നമ്മൾ ഫസ്റ്റത്തെ കേസിൽ ക്യൂ ഇവിടെ ഉണ്ട്, അതിന് പുറത്തൊരു ഗോഷ്യൻ സർഫസ് വരയ്ക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിൽ ഈ ഫുൾ ചാർജ് ക്യൂ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഫുൾ ചാർജ് ഉണ്ട്, അതിന്റെ പുറത്ത് ഗോഷ്യൻ സർഫസ് വരച്ചു. അപ്പൊ എൻക്ലോസ്ഡ് ചാർജ് ക്യൂ ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. സെക്കൻഡ് കേസ് എന്ന് വരുന്ന കേസില് പുറത്താണ് നമ്മുടെ ചാർജ് ഷെല്ല്, ആള് പുറത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഗോഷ്യൻ സർഫസ് അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഷെല്ല് വരയ്ക്കുകയാണ്.
ക്യൂ ഇരിക്കുന്നുണ്ട്. ഇതിനെ ചുറ്റിയിട്ടല്ല നമ്മുടെ ഗോഷ്യൻ സർഫസ് ഇരിക്കുന്നത്. നമ്മുടെ ഗോഷ്യൻ സർഫസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പുറത്തല്ലേ ക്യൂ. ഉള്ളിൽ ക്യൂ ഉണ്ടോ? ഈ ഗോഷ്യൻ സർഫസിനുള്ളിൽ ചാർജ് എൻക്ലോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പുറത്തെ ഒറിജിനൽ ഷെല്ലിലാണ് ക്യൂ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗോഷ്യൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്താണ്? ക്യൂ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ക്യൂ 0 ആണ്. കാരണം ക്യൂ പുറത്തായിരിക്കുന്നത്. ഈ കേസിലാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒറിജിനൽ ഷെല്ലും പുറത്ത് ഗോഷ്യൻ അടച്ചിരിക്കുന്നത്. ഒറിജിനൽ ഷെല്ലിൻ്റെ ഉള്ള ക്യൂ. അപ്പൊ ഗോഷ്യന്റെ ഉള്ളിൽ മൊത്തം ഈ ക്യൂ തന്നെ എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ഡൗട്ടും ഇല്ല. സെക്കൻഡ് കേസിൽ ഗോഷ്യൻ ഉള്ളിലും ഒറിജിനൽ ഷെല്ല് പുറത്തും. ഒറിജിനൽ ഷെല്ലിലാണ് ക്യൂ ഇരിക്കുന്നത്. ഗോഷ്യന്റെ ഉള്ളിൽ ഈ ചാർജിന് വരാൻ സാധിക്കില്ല. അത് ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എൻക്ലോസ്ഡ് ചാർജ് ക്യൂ ഇസ് ഈക്വൽ എന്ന് വന്നു 0. ഗോസിലും അപ്ലൈ ചെയ്യുക. ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 0 തന്നെ. അതായത് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഇസ് 0. ഷെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എന്തായി? ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറയുന്ന റിസൾട്ടാണ് കിട്ടിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏത് കേസാണ്? ഈ ഷെല്ലിന്റെ ഉള്ളിൽ നമ്മൾ ഗോഷ്യൻ സർഫസ് വരയ്ക്കുന്ന കേസാണ്. സ്മോൾ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ 3 കേസുകളാണ് പഠിച്ചത്. ആദ്യം നമ്മൾ ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വയറിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഈസി ആയിട്ട് നമുക്ക് വിത്തിൻ 2 or 3 സ്റ്റെപ്സിൽ നമുക്ക് അതിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് വരുന്നില്ല. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളൊരു പ്ലാനാർ ഷീറ്റിൽ നമ്മളൊരു പ്ലാനാർ ആയിട്ടുള്ള ഒരു ഗോഷ്യൻ പിൽ ബോക്സ് വരയ്ക്കുന്നു. സിംപ്ലി നമ്മൾ 2 സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലാണ്. ഷെല്ലിൽ 2 കേസ് വരും. ഇൻസൈഡ് ഷെല്ലും ഔട്ട്സൈഡ് ഷെല്ലും നമ്മൾ ആ ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ ആൻസർ മാറിയില്ലേ? ഔട്ട്സൈഡ് ഷെല്ലിൽ നമുക്ക് എന്ത് കിട്ടി? ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് r² ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇൻസൈഡ് ഷെല്ല് നമ്മൾ വരച്ചപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ കിട്ടി? 0 കിട്ടി. ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് 0. സിമ്പിളാണ്. ഗോസ് ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്താണ് എപ്പോഴും എങ്ങനെ നമുക്ക് ഈ ഒരു മൊത്തം ചാർജിനെ എൻക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഏരിയ സിംപ്ലി നമുക്കറിയാം. സ്ഫിയറിന്റെ ആണെങ്കിൽ 4πr², സിലിണ്ടറിന്റെ ആണെങ്കിൽ 2πr അല്ലേ. അതൊക്കെ നമുക്കറിയാം. സിംപ്ലി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ ഒരുമിച്ചാക്കാം. അവസാനത്തെ റിസൾട്ടിൽ ഈ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നും നോക്കും. ഇത്രയേ ഉള്ളൂ ഗോസ് ലോ. വളരെ ഈസിയാണ്. +2 ഫിസിക്സിൽ നമുക്ക് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് ഇതിന് മാർക്ക് കിട്ടും. ഇനി എൻട്രൻസ് എക്സാമുകളിലും ഇതിനെ ഗോസ് ലോനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇക്വേഷൻ, ഒന്ന് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സമ്മറി. ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു സമ്മറി ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. നമുക്ക് നോക്കാം. ലോങ് സ്ട്രെയിറ്റ് വയർ ഡെൻസിറ്റി. ഏത് ഡെൻസിറ്റി നമ്മൾ ഉപയോഗിച്ചാൽ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇനി ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ച, നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ആണിത്. ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 ഇൻറ്റു r. ഡിപ്പെൻഡൻസി. എന്തിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക? ലാംഡ കോൺസ്റ്റന്റ് ആണ്. 2πε0 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് r ആണ്. അതായത് ഈ പ്രപ്പോർഷണൽ ടു 1/r. അതായത് r ഡിസ്റ്റൻസ് കൂടുന്തോറും, റേഡിയസ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നു. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്തില്? ലോങ് സ്ട്രൈറ്റ് വയറിൽ. ആലോചിക്കുക. ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. പിന്നെ നമ്മൾ 2-3 സ്റ്റെപ്പിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡൻസി നോക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഡെറിവേഷനൊക്കെ ഞാൻ പറയുമ്പോൾ ആ സമയത്ത് തന്നെ അപ്പം നോട്ടിൽ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ ഫൈനൽ ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെക്കൻഡ് വൺ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ആണ്. സർഫസ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. കാരണം എന്താണ്? പ്ലനാർ സർഫസ് ആണ്. അതിന്റെ സർഫസിലാണ് ചാർജ് ഉണ്ടായിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈ സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. പൈ ഇല്ല, 2ε0 കേട്ടോ. സിഗ്മ കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, ε0 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇവിടെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. കോൺസ്റ്റന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ സ്ഫെറിക്കൽ ഷെൽ. ഷെല്ലിലെ 2 കേസ് ഉണ്ട്. ആർ സ്മോൾ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഷെല്ലിന്റെ ഔട്ട്സൈഡ് നമ്മളൊരു ഗോഷ്യൻ സർഫസ് വരച്ച കേസാണ് ഇത്. ഇവിടെ എഗെയിൻ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് നമ്മൾ എടുത്തത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r².
ഇവിടെ യു കോൺസ്റ്റന്റ് ആണ്, 4πε0 കോൺസ്റ്റന്റ് ആണ്, ആർ സ്ക്വയർ ആണ് വേരിയബിൾ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². ആറ് കൂടും, അതായത് ആറിന് ഇവിടെ നമ്മൾ ആറിനോട് ഡിപ്പെൻഡ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് വയറിൽ, സെല്ലിലാകുമ്പോൾ ആർ സ്ക്വയറിനോടാണ് ഡിപ്പെൻഡ് ചെയ്ത്, അത്രയും സ്പീഡിൽ ആണ് നമുക്ക് ഡിപ്പെൻഡൻസി വരുന്നത്. സ്പെറിക്കൽ ഷെല്ല് ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. അതായത് നമ്മൾ ആദ്യം വരച്ച കേസ്, നമുക്ക് ഷെല്ലുണ്ട്, ആ ഷെല്ലിന് ഇൻസൈഡ് ആയിട്ട് നമ്മളൊരു ഗോഷ്യൻ സർഫസ് വരച്ചു. എഗെയിൻ ഡെൻസിറ്റി ഏതാ? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഉള്ളിൽ ചാർജ് എൻക്ലോസ് ചെയ്യുന്നില്ല, കാരണം ഗോഷ്യൻ സർഫസ് ഉള്ളിലാണ് വരച്ച്, പുറത്താണല്ലോ ചാർജ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്തായി? 0 ആയി. കോഴ്സ് പിന്നെ ഡിപ്പെൻഡൻസി പറയേണ്ട ആവശ്യമില്ല, ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഗോസ് ലോ വെച്ച് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ഈസിലി ഒരു സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ചാർജ് എത്ര എൻക്ലോസ് ചെയ്തെന്ന് നോക്കുക, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, ഇലക്ട്രിക് ഫീൽഡിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക, അതിന്റെ ഡിപ്പെൻഡൻസി നോക്കുക. എത്ര തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. ഈ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കുക, കൂടുതൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഗോസ് ലോ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഗോസ് ലോ വെച്ചിട്ടുള്ള എൻട്രൻസ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ആൻസർ ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.